നമ്മളെ നഫീസ്ത മരിച്ചോട്ടോ. ആര്? ആ സക്കാഫുസ്താൻ്റെ ഉമ്മ. അതെ, അല്ലോ, ആ വീട്ടിൽ നിന്നാണ് എല്ലാ കൊല്ലത്തെ ബദരീങ്ങളുടെ ആണ്ടിനും വിറക് വരിക, ഭക്ഷണം പാചകം ചെയ്യും ആ ഉമ്മാൻ്റെ വകയാണ്. അപ്പൊ അവർക്ക് നാട്ടുകാർ കൊടുക്കണ ഒരു ആത്മീയ വിലാസം അതാണ്. നമ്മൾ ഖാദർ ഹാജി മരിച്ചോട്ടോ. ഏത്? ജുമഅക്കാത്ത്. അതെ, ആദ്യത്തെ ജുമഅക്കാത്ത്. ഇങ്ങനെ എന്തേലും ഒരു ആത്മീയ വിലാസം നമ്മുടെ പേരിന്റെ താഴെയുള്ള ബ്രാക്കറ്റിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ 4 മുഅ്മിനീങ്ങൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആത്മീയ വർത്താനം പറഞ്ഞാൽ വജബത്ത്, അയാൾക്ക് സ്വർഗം ഷുവറാണ്. ഒരാൾ ഇങ്ങനെ ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് ചോദിച്ചു, ആ മയ്യത്തിനെ കുറിച്ച് നാട്ടുകാരെന്താ പറയുന്ന നോക്കുക. ശിഷ്യന്മാർ ചോദിച്ചു, നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ? ഓർക്ക് അല്ലാഹു സ്വർഗം കണക്കാക്കിയെങ്കിൽ അത് കിട്ടും, നരകാണെങ്കിൽ അത് ഉറപ്പ്. നാട്ടുകാർ പറയുന്നതും അയാളുടെ ആഖിറത്തിലെ കാര്യവും എന്താ ബന്ധം? അതിനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലപാട് വ്യക്തമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരാളെ കുറിച്ച് 4 ആള് നല്ല വർത്താനം പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം. മലക്കുകളാണ് മോമിനീങ്ങളെ നാവിലൂടെ അത് പറയിപ്പിക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾക്ക് ഒരു കിതാബ് തന്നെ ഉണ്ട്. നല്ല ടൈറ്റിൽ ഉണ്ടാവണം നമുക്കൊക്കെ.